എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളെല്ലാവരും ദിവസവും ഒരുപാട് ആളുകളെ കണ്ടുമുട്ടാറില്ലേ? അവർ നമ്മളോട് ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്നു, തമാശകൾ പറയുന്നു, സന്തോഷവാന്മാരായി പെരുമാറുന്നു. പക്ഷേ ആ ചിരിക്ക് പിന്നിൽ വലിയൊരു വേദന ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് നമ്മൾ പലപ്പോഴും അറിയാറില്ല. പുറമെ സന്തോഷം അഭിനയിക്കുന്ന എന്നാൽ ഉള്ളിൽ ഒരുപാട് ദുരിതങ്ങൾ പേറുന്ന ആളുകളുണ്ട്. എന്തുകൊണ്ടാണ് അവർ ചിരിയുടെ ഒരു മുഖംമൂടി അണിയുന്നത്? അങ്ങനെയുള്ളവരെ നമ്മൾ എങ്ങനെ തിരിച്ചറിയും? ആ വേദനയിൽ അവർക്കൊരു കൈത്താങ്ങായി മാറാൻ നമുക്കെങ്ങനെ കഴിയും? ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇക്കാര്യമാണ്. എന്തുകൊണ്ടാണ് ആളുകൾ അവരുടെ വേദന മറച്ചു വെക്കുന്നത്? ഒരാൾ അവരുടെ ദുരിതങ്ങൾ പുറത്തു കാണിക്കാതെ ചിരിക്കുന്നത് പല കാരണങ്ങൾ കൊണ്ടാണെന്ന് നമ്മൾ തിരിച്ചറിയണം. ധൈര്യമായിരിക്ക്, വിഷമിക്കരുത് എന്നൊക്കെ നമ്മൾ എപ്പോഴും കേൾക്കാറുണ്ട്. നമ്മുടെ ദുർബലമായ നിമിഷങ്ങൾ മറ്റുള്ളവർ കാണുന്നത് ഒരു കുറവായാണ് പലരും കരുതുന്നത്. അതുകൊണ്ട് താൻ ദുർബലനല്ലെന്ന് കാണിക്കാനുള്ള ഒരു ശ്രമം നമ്മൾ സ്വയം നടത്തും. ചിലർ അവരുടെ വേദനകൾ പറഞ്ഞ് മറ്റുള്ളവരെ വിഷമിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. എൻ്റെ പ്രശ്നങ്ങൾ അവർക്കൊരു ഭാരമാകരുത് എന്ന് ചിന്തിക്കുന്നവർ നമുക്ക് ചുറ്റും നിരവധിയാണ്. ഇവൻ എപ്പോഴും എന്തെങ്കിലും പ്രശ്നമാണല്ലോ, അല്ലെങ്കിൽ ഇവൻ ശ്രദ്ധ നേടാൻ ശ്രമിക്കുകയാണോ എന്ന് ആളുകൾ ചിന്തിക്കുമെന്നാണ് ഇക്കൂട്ടർ ഭയപ്പെടുന്നത്. അതുകൊണ്ട് തനിക്ക് പ്രശ്നങ്ങളില്ലെന്ന് കാണിക്കാനാണ് ശ്രമിക്കാറുള്ളത്. തൻ്റെ വേദനകൾ മനസ്സിലാക്കാൻ ആരും ഇല്ലെന്ന തോന്നലിൽ പലതും പങ്കുവയ്ക്കാൻ ചില ആളുകൾ മടിക്കാറുണ്ട്. ഞാൻ പറഞ്ഞാലും ആരും എന്നെ മനസ്സിലാക്കില്ല, അപ്പോൾ പിന്നെ പറഞ്ഞിട്ടെന്തിനാണ് എന്ന ചിന്ത മൂലം പലരും നിശബ്ദരായിരിക്കാറുണ്ട്. ഈ ആളുകളെ എങ്ങനെ തിരിച്ചറിയാം? ചിരിക്കുന്ന മുഖത്തിന് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന വേദന കണ്ടെത്തുന്നത് എളുപ്പമല്ല. പക്ഷേ ചില സൂചനകൾ ശ്രദ്ധിച്ചാൽ നമുക്കവരെ മനസ്സിലാക്കാൻ കഴിയും. എല്ലാ സാഹചര്യങ്ങളിലും അവർ ഒരുപാട് ചിരിക്കാൻ ശ്രമിക്കും. ചെറിയ തമാശകൾ പോലും അവർ അമിതമായി ചിരിച്ച് പ്രതികരിക്കും. അത് അവരുടെ ഉള്ളിലെ വേദന മറയ്ക്കാനുള്ള ഒരു ശ്രമമാകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ആഴത്തിലുള്ള സംഭാഷണങ്ങളിൽ നിന്ന് അവർ ഒഴിഞ്ഞു മാറുകയും നിങ്ങൾ അവരുടെ വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ച് ചോദിച്ചാൽ അവർ ഉടൻ തന്നെ വിഷയം മാറ്റുകയും ചെയ്യും. സഹായം തേടാനും ഇവർക്ക് മടിയുണ്ടാവും. അതായത് അവർ ഒറ്റയ്ക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ശ്രമിക്കും. മറ്റുള്ളവരുടെ സഹായം ചോദിക്കാൻ അവർ മടിക്കും. കാരണം അത് താൻ ദുർബലനാണെന്ന് കാണിക്കുമെന്നാണ് ഇത്തരം ആളുകൾ വിശ്വസിക്കുന്നത്. സംസാരത്തിലും പ്രവൃത്തികളിലും വൈരുദ്ധ്യമുണ്ടാകും. ഞാൻ വളരെ സന്തോഷവാനാണെന്ന് പറയും, പക്ഷെ അവരുടെ കണ്ണുകളിൽ ഒരുതരം ശൂന്യത കാണാൻ കഴിയും. അവരുടെ വാക്കുകളും ശരീരഭാഷകളും തമ്മിൽ പൊരുത്തക്കേട് നമുക്ക് തന്നെ ഫീൽ ചെയ്യും. കൂട്ടത്തിൽ നിന്നും ഒഴിഞ്ഞു മാറാനുള്ള പ്രവണതയും അവർ കാണിക്കും. മുൻപ് കൂട്ടുകാരുമായി കറങ്ങാൻ ഇഷ്ടപ്പെട്ടിരുന്ന ഒരാൾ ഇപ്പോൾ ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതൊരു സൂചനയാകാം. ആളുകളുമായി ഇടപഴകുന്നതിന് അവർക്ക് താല്പര്യമില്ലാതെ വരും. നമുക്ക് എങ്ങനെ സഹായിക്കാൻ കഴിയുമെന്നാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. അവരോട് സംസാരിക്കാൻ സമയം കണ്ടെത്തുക. അവർ പറയുന്നത് ശ്രദ്ധയോടെ കേൾക്കുക. ഒരു ഉപദേശം നൽകാൻ ശ്രമിക്കാതെ എനിക്ക് നിങ്ങളെ കേൾക്കാൻ താല്പര്യമുണ്ടെന്ന് പറയുക. ഒരു ചെറിയ ഫോൺ കോൾ, ഒരു മെസ്സേജ് അല്ലെങ്കിൽ ഒരു കോഫി കുടിക്കാൻ ക്ഷണിക്കുന്നത് പോലും അവർക്ക് വലിയ ആശ്വാസം നൽകും. നിങ്ങൾ ഒറ്റയ്ക്കല്ല, ഞാൻ കൂടെയുണ്ട് എന്നൊരു തോന്നൽ അവർക്ക് നൽകുക. നീ എന്തിനാണ് വിഷമിക്കുന്നതെന്നോ ഇതൊക്കെ നിസ്സാരമായ കാര്യമല്ലേ എന്നോ പറയാതിരിക്കുക. അവരുടെ വേദനയെ മാനിക്കുക, അതെത്ര ചെറുതാണെങ്കിൽ പോലും. അതുപോലെ തന്നെ സാഹചര്യം വളരെ മോശമാണെന്ന് തോന്നിയാൽ ഒരു തെറാപ്പിസ്റ്റിനെയോ കൗൺസിലറെയോ കാണാൻ അവരെ പ്രോത്സാഹിപ്പിക്കുക. പുറമേ ചിരിക്കുന്ന പല ആളുകളും ഉള്ളിൽ ഒരുപാട് വേദനകൾ ഒളിഞ്ഞിരിപ്പുണ്ടാകാം. നമ്മൾ ഓരോരുത്തരും കുറച്ചുകൂടി ശ്രദ്ധാലുക്കളാകാനും സഹാനുഭൂതിയോടെ പെരുമാറാനും പഠിക്കേണ്ടതുണ്ട്. ആരെയും വിധി പറയാതെ അവർക്ക് താങ്ങും തണലുമായി മാറുമ്പോൾ നമ്മൾ മനുഷ്യരായി മാറും. ഒരു പുഞ്ചിരിക്ക് പിന്നിലെ നൊമ്പരം തിരിച്ചറിയാൻ നമുക്ക് ശ്രമിക്കാം. കാരണം ഒരു ചെറിയ സഹായം പോലും ഒരുപാട് ജീവിതങ്ങളെ മാറ്റിമറിക്കും.